നമസ്കാരം. അങ്ങനെ ഒടുവിൽ ഐഫോൺ 17 പ്രോ മാക്സ് എൻ്റെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഈ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4-5 മാസമായി. യൂട്യൂബ് തുറന്നാൽ ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊരു അൺബോക്സിംഗ് വീഡിയോ അല്ല. ഒറ്റനോട്ടത്തിൽ വലിയ മാറ്റമൊന്നും തോന്നില്ല. പക്ഷേ സ്ഥിരമായി ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ ഡിസൈൻ. 16 മാക്സ് ഉപയോഗിച്ചിരുന്നതുകൊണ്ട് ഇത് കയ്യിലെടുത്തപ്പോൾ എനിക്ക് പുതിയതായി ഒന്നും തോന്നിയില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ രണ്ടും ഒരേപോലെ തന്നെ. എന്നാൽ മാറ്റം വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എഡ്ജുകളാണ്. പാനലുകൾ പഴയതുപോലെ ഫ്ലാറ്റ് അല്ല. ഇത്തവണ കുറച്ചൊന്ന് കേർവ്ഡാണ്. അതുകൊണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഫോൺ പുറത്തിറങ്ങിയ സമയത്ത് ഇതിൻ്റെ അലുമിനിയം അലോയ് ഫ്രെയിമിനെക്കുറിച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. നിറം മങ്ങുന്നു, പോറലുകൾ വീഴുന്നു എന്നൊക്കെ. ഈ ഫോൺ താഴെ വീണാൽ ഫ്രെയിമിൽ ഡെൻഡ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ ഏത് ഫോണായാലും താഴെ വീണാൽ ഡെൻഡാവും. ഇതിൽ സാനിറ്റൈസർ കൊണ്ടൊക്കെ തുടച്ചാൽ ഒരുപക്ഷെ പൗഡർ കോട്ടിങ്ങിന് പ്രശ്നം വന്നേക്കാം. അതുപോലെ ഓറഞ്ച് നിറമുള്ള ഫോണിൽ സൈഡിലെ ബോർഡർ എടുത്ത് കാണിക്കുന്നത് വീഡിയോ കാണുമ്പോൾ ശല്യമായേക്കാം. പുറത്ത് നല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോഴും ഡിസ്പ്ലേ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം. ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. പിന്നെ 120 ഹെർട്സ് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ നല്ല സ്മൂത്താണ്. പഴയ മോഡലുകളെ അപേക്ഷിച്ച് ഹീറ്റിംഗ് പ്രശ്നങ്ങൾ വളരെ കുറവാണ്. അലുമിനിയം ഫ്രെയിമും വേപ്പർ കൂളിംഗ് ചേമ്പറും ഉള്ളതുകൊണ്ട് ഗെയിം കളിക്കുമ്പോഴോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴോ ലാഗോ ചൂടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. A19 പ്രോ ചിപ്പാണ് ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ പവർഫുൾ ചിപ്പാണ്. ഹെവി ടാസ്കുകൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പവർ ശരിക്കും മനസ്സിലാവുക. ഞാൻ മെയിനായിട്ട് വീഡിയോ എഡിറ്റിങ്ങിനാണ് ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തത്. ഇതിൽ അഡോബി പ്രീമിയർ പ്രോ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. നല്ല സ്മൂത്തായി വർക്ക് ചെയ്യുന്നുണ്ട്. 4K വീഡിയോസൊക്കെ ടൈം ലൈനിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ എഡിറ്റിംഗ് കഴിഞ്ഞ് സേവ് ചെയ്യുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ എക്സ്പോർട്ടായി കിട്ടുന്നുണ്ട്. ഹെവി ടാസ്ക് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം. ഞാനിതിൽ PUBG, COD പിന്നെ ന്യൂ സ്റ്റേറ്റ് ഈ 3 ഗെയിമും മാറി മാറി ടെസ്റ്റ് ചെയ്ത് നോക്കി. സത്യം പറയാലോ, എല്ലാ ഗെയിമും മാക്സിമം ഗ്രാഫിക്സ് സെറ്റിംഗ്സിലിട്ടിട്ട് പോലും ഒരു തരി ലാഗ് അടിക്കുന്നില്ല. പ്രത്യേകിച്ച് 120 FPS സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മൂത്ത്നെസ് അത് വേറെ ലെവലാണ്. എൻ്റെ പഴയ 16 പ്രോ മാക്സിൽ കുറേ നേരം കളിക്കുമ്പോൾ ഫോണൊന്ന് ചൂടാകുകയും ഓട്ടോമാറ്റിക്കായി സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇതിൽ ആ പ്രശ്നമേ ഇല്ല. എത്ര നേരം കളിച്ചാലും ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആകാതെ നല്ല സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഗെയിമിംഗ് ഒന്നുമില്ലാതെ വെറും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 16 നിന്നും ഇതിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ആ കാര്യത്തിൽ രണ്ടും കണക്കാണ്. ഇനി ആപ്പിൾ ഇൻ്റലിജൻസിലേക്ക് വരികയാണെങ്കിൽ ഗാലക്സി AI അപേക്ഷിച്ച് ആപ്പിൾ ഇപ്പോഴും വളരെ പിന്നിലാണ്. സാംസങ് ഫോണുകളിൽ കിട്ടുന്ന അത്രയും AI ഫീച്ചറുകളോ ആ ഒരു യൂസബിലിറ്റിയോ നിലവിൽ ആപ്പിളിൽ കിട്ടുന്നില്ല. പല കാര്യങ്ങളും ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണെന്ന് തോന്നും. AIയുടെ കാര്യത്തിൽ ആപ്പിൾ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. പിന്നൊരു കാര്യം, ആപ്പിൾ ഇപ്പോൾ ഗൂഗിളുമായിട്ടൊരു കൊളാബറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സിരിയും ഗൂഗിൾ ജെമിനിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അത് വന്നാൽ ആപ്പിളിൻ്റെ AI കുറച്ചുകൂടി മെച്ചപ്പെടും. 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഉപയോഗത്തിൽ 1.5 മുതൽ 2 ദിവസം വരെ ചാർജ് നിൽക്കും. 40 വാട്ട് ചാർജർ ഉപയോഗിച്ചാൽ 20 മിനിറ്റിൽ 50% ചാർജ് ആവും. എന്നാൽ ബാക്കി 50% കയറാൻ സമയമെടുക്കും. ഫുൾ ചാർജ് ആകാൻ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. ചൈനീസ് ഫോണുകളെ അപേക്ഷിച്ച് ഇത് ഇപ്പോഴും വളരെ പിന്നിലാണ്. 48 MB മെയിൻ ക്യാമറയും അൾട്രാ വൈഡും ഐഫോൺ 16 പ്രോയിലേതുപോലെ തന്നെയാണ്. വലിയ മാറ്റമില്ലെങ്കിലും ക്വാളിറ്റി മികച്ചതാണ്. ഇത്തവണത്തെ വലിയ മാറ്റം 48 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്. 4x സൂം മുതൽ 8x വരെ നല്ല ക്വാളിറ്റി ലഭിക്കുന്നു. 40x വരെ ഡിജിറ്റൽ സൂം ചെയ്യാം. ടെലിഫോട്ടോ ലെൻസിൽ സിനിമാറ്റിക് മോഡ് വീഡിയോ എടുക്കാൻ സാധിക്കില്ല എന്നത് വലിയൊരു കുറവാണ്. ഓപ്പൺ ഗേറ്റ് ഫീച്ചർ വന്നതുകൊണ്ട് ഒരേ ഷോട്ടിൽ നിന്ന് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വീഡിയോകൾ ക്രോപ്പ് ചെയ്തെടുക്കാം. സെൻറ്റർ സ്റ്റേജ് ഫീച്ചർ വന്നതുകൊണ്ട് വീഡിയോ കോളിൽ നമ്മൾ നീങ്ങിയാലും ക്യാമറ നമ്മളെ ട്രാക്ക് ചെയ്യും. നിങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്ന ആളാണെങ്കിൽ ഈ ക്യാമറ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. വീഡിയോ ക്വാളിറ്റിയിൽ ഐഫോണിനെ വെല്ലാൻ ഇന്നും വേറെ ആളില്ല എന്ന് തന്നെ പറയേണ്ടി വരും.
പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്പീക്കറിനെ കുറിച്ചാണ്. ഗെയിം കളിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും നല്ല ലൗഡാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും മൈക്ക് ക്വാളിറ്റി പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട്. ഫിസിക്കൽ ഹാർഡ്വെയർ നോക്കിയാൽ ആപ്പിൾ ഇതുവരെ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഐഫോൺ ഇതാണ് എന്ന് നിസ്സംശയം പറയാം. പിന്നൊരു കാര്യം, ഇത് വാങ്ങുന്നവർ നല്ലൊരു കേസ് കൂടെ വാങ്ങുന്നത് ഉചിതമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഐഫോൺ 16 Pro Max ഉണ്ടെങ്കിൽ, നിങ്ങളതിൽ ഹാപ്പി ആണെങ്കിൽ ഇത് വാങ്ങേണ്ട ഒരു കാര്യമുള്ള. അടുത്ത ഐഫോൺ 18 വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഐഫോൺ 13, 14 ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പുതിയ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു വമ്പൻ അപ്ഗ്രേഡാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 4-5 മാസം കഴിഞ്ഞിട്ടും 17 Pro Maxന് വാല്യൂ ഉണ്ടോ? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.